ഇപ്പോൾ നമ്മൾ എക്കണോമിക്സിൻ്റെ ഡെഫിനേഷനാണ് പറഞ്ഞത്. ഈ 4 ഡെഫിനേഷൻ നിങ്ങൾ ഈ രീതിയിൽ തന്നെ വിശദമാക്കണം. അത് ഇതിനകത്ത് നമുക്ക് മാറ്റമൊന്നും വരുത്താൻ പറ്റില്ല. അപ്പോൾ 4 ഡെഫിനേഷൻ കഴിഞ്ഞു. ഇനി നമ്മുടെ എക്കണോമിക്സിലെ അടുത്ത ഭാഗത്തേക്ക് പോവുകയാണ്. ദി സബ്ജക്റ്റ് മാറ്റർ ഓഫ് എക്കണോമിക്സ്. ദി സബ്ജക്റ്റ് മാറ്റർ ഓഫ് എക്കണോമിക്സ്. എക്കണോമിക്സിൽ പ്രധാനമായും നമ്മൾ എന്തിനെക്കുറിച്ചൊക്കെയാണ് എക്കണോമിക്സിൽ പ്രധാനമായും എന്തിനെക്കുറിച്ച് ഡീൽ ചെയ്യും? നമ്മൾ നേരത്തെ പറഞ്ഞു, എക്കണോമിക്സ് ഈസ് ദി സ്റ്റഡി ഓഫ് scarce resources and its alternative using capacity. So, economics is a science which studies human behavior as a relationship between ends and scarce means which could have alternative uses. അപ്പോൾ എക്കണോമിക്സ് എന്ന് പറഞ്ഞാൽ which is studied about the human behavior. ഈ ഹ്യൂമൻ ബിഹേവിയർ, മനുഷ്യൻ്റെ ബിഹേവിയർ, ഇതിന് എന്തൊക്കെയായിട്ട് ബന്ധമുണ്ട്? റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ends ആൻഡ് scarce means. നമ്മുടെ ends means our wants, നമ്മുടെ ആവശ്യങ്ങൾ, അനന്തമായ ആവശ്യങ്ങളും, scarce means ആ അനന്തമായ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള പരിമിതമായ വിഭവങ്ങൾ. അപ്പോൾ അനന്തമായ ആവശ്യങ്ങളെ എല്ലാ ആവശ്യങ്ങളെയും തൃപ്തിപ്പെടുത്തുവാനും മാത്രം വിഭവങ്ങൾ നമുക്ക് തികയില്ല. വിഭവങ്ങൾ പരിമിതം. ഈ പരിമിതമായ വിഭവങ്ങളെ അനന്തമായ ആവശ്യങ്ങളിൽ ഏതിനു വേണ്ടി വേണമെങ്കിലും വിനിയോഗിക്കുകയും ചെയ്യാം. അപ്പോൾ നമ്മുടെ അനന്തമായ ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്തുവാനുള്ള പരിമിതമായ വിഭവങ്ങൾ, ഇവ രണ്ടും തമ്മിലുള്ള റിലേഷൻഷിപ്പ്, ഇതിനോട് മനുഷ്യൻ എങ്ങനെ പ്രതികരിക്കും, എങ്ങനെ ബിഹേവ് ചെയ്യും, ഇതാണ് എക്കണോമിക്സിലെ സബ്ജക്റ്റ് മാറ്റർ. നമ്മളിതിനെക്കുറിച്ച് പഠിക്കുമ്പോൾ ദി മെയിൻ സബ്ജക്റ്റ് മാറ്റർ ഓഫ് എക്കണോമിക്സ് ഈസ്, ഫസ്റ്റ് വൺ ഈസ് റിസോഴ്സസ് ആർ സ്കേഴ്സ്. സെക്കൻഡ് വൺ ഈസ് റിസോഴ്സസ് ഹാവ് ആൾട്ടർനേറ്റ് യൂസസ്. ഇത് രണ്ടും നമ്മൾ നേരത്തെ പറഞ്ഞു. വിഭവങ്ങൾ പരിമിതമാണ്. പരിമിതമായ വിഭവങ്ങൾക്ക് അനന്തമായ ആവശ്യങ്ങളിൽ ഏതിനു വേണ്ടി വേണമെങ്കിലും വിനിയോഗിക്കുവാനുള്ള കഴിവുണ്ട്. അപ്പോൾ വിഭവങ്ങൾ പരിമിതമാണ്. പരിമിതമായ വിഭവങ്ങൾക്ക് അനന്തമായ ആവശ്യങ്ങളിൽ ഏതിനു വേണ്ടി വേണമെങ്കിലും വിനിയോഗിക്കപ്പെടുകയും ചെയ്യാം. ആൻഡ് തേർഡ് വൺ ഈസ് വാണ്ട്സ് ആർ അൺലിമിറ്റഡ് ആൻഡ് ആൾ വാണ്ട്സ് ആർ നോട്ട് ഈക്വലി ഇമ്പോർട്ടൻറ്റ്. അപ്പോൾ വിഭവങ്ങൾ പരിമിതമാണ്. പരിമിതമായ വിഭവങ്ങൾക്ക് അനന്തമായ ആവശ്യങ്ങളിൽ ഏതിനു വേണ്ടി വേണമെങ്കിലും വിനിയോഗിക്കപ്പെടുകയും ചെയ്യാം. നമ്മുടെ ആവശ്യങ്ങൾ അനന്തമാണ് എങ്കിൽ പോലും നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നോട്ട് ഈക്വലി ഇമ്പോർട്ടൻറ്റ്, ഒരേപോലെ പ്രധാനപ്പെട്ടതാണ്. ചില ആവശ്യങ്ങൾ വളരെ അർജൻറ്റായിരിക്കും, ചിലത് ആവശ്യമാണ് പക്ഷെ അത്ര അർജൻറ്റല്ല, പിന്നീടായിരിക്കും. ഈ 4 കാരണങ്ങളാണ്, ഈ 4 ഘടകങ്ങളാണ് ദി സബ്ജക്റ്റ് മാറ്റർ ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പോൾ വിഭവങ്ങൾ പരിമിതമാണ്. പരിമിതമായ വിഭവങ്ങൾക്ക് ആൾട്ടർനേറ്റീവ് യൂസിങ് കപ്പാസിറ്റി ഉണ്ട്. നമ്മുടെ ആവശ്യങ്ങൾ അനന്തമാണ്. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും നമുക്ക് ഒരേപോലെ പ്രധാനപ്പെട്ടതും അല്ല. ഇതാണ് നമുക്ക് സബ്ജക്റ്റ് മാറ്റർ ഓഫ് എക്കണോമിക്സ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾ പറഞ്ഞ ഡെഫിനിഷൻസ് പറഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ എക്കണോമിക്സിലെ സബ്ജക്റ്റ് മാറ്റർ പറഞ്ഞു വിഭവങ്ങൾ പരിമിതമാണ്. മീൻസ് ആർ സ്കേഴ്സ്. Scarce means has alternative using capacity. Wants are unlimited and all wants are not equally important. These are the subject matter of economics. Then we are going to study about difference between economy and economic activity. Economic activity തമ്മിലുള്ള വ്യത്യാസം. Economy means the whole system. നമ്മുടെ ഇവിടെയുള്ള ആ മൊത്തത്തിലുള്ള ഒരു വ്യവസ്ഥയെ വിളിക്കുന്ന പേരാണ് എക്കോണമി. ദി ടോട്ടൽ സിസ്റ്റം വിച്ച് പ്രൊവൈഡ് പീപ്പിൾ വിത്ത് ഗുഡ്സ് ആൻഡ് സർവീസസ്. ദി ടോട്ടൽ സിസ്റ്റം, ദിസ് സിസ്റ്റം പ്രൊവൈഡ് ദി പീപ്പിൾ വിത്ത് ഗുഡ്സ് ആൻഡ് സർവീസസ് ആൻഡ് ദീസ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി സാറ്റിസ്ഫൈഡ് ദെയർ വാണ്ട്സ്. അപ്പോൾ ജനങ്ങളുടെ ആവശ്യത്തെ പ്രത്യക്ഷമായോ പരോക്ഷമായോ തൃപ്തിപ്പെടുത്തുവാൻ ഉതകുന്ന സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്ന ഒരു ഹോൾ സിസ്റ്റം, ആ സിസ്റ്റത്തെ മൊത്തത്തിൽ വിളിക്കുന്ന പേരാണ് എക്കോണമി. അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ എക്കോണമി ആൻഡ് എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് എക്കോണമിയുടെ എക്കോണമി മീൻസ് ഇറ്റ്സ് എ ഹോൾ സിസ്റ്റം, മൊത്തത്തിലുള്ള ഒരു സിസ്റ്റം. ഈ സിസ്റ്റം ജനങ്ങൾക്ക് എന്ത് ലഭ്യമാക്കുന്നു? ഗുഡ്സ് ആൻഡ് സർവീസ് ലഭ്യമാക്കുന്നു. ഈ ഗുഡ്സ് ആൻഡ് സർവീസസിൻ്റെ പ്രത്യേകത എന്താണ്? വിച്ച് ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി സാറ്റിസ്ഫൈ ദെയർ വാണ്ട്സ്. അപ്പോൾ ജനങ്ങളുടെ ആവശ്യങ്ങളെ പ്രത്യക്ഷമായോ പരോക്ഷമായോ തൃപ്തിപ്പെടുത്തുന്ന
സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്ന ആ ഹോൾ സിസ്റ്റം, മൊത്തത്തിലുള്ള ആ വ്യവസ്ഥയെ വിളിക്കുന്ന പേരാണ് എക്കോണമി. ഇനി എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാലോ, ആൻ ആക്ടിവിറ്റി വിച്ച് ജനറേറ്റ് ഇൻകം ഈസ് നോൺ ആസ് എക്കണോമിക് ആക്ടിവിറ്റി. വരുമാനം ഉണ്ടാകുന്ന ഏതൊരു പ്രവർത്തനത്തെയും നമുക്ക് എക്കണോമിക് ആക്ടിവിറ്റി ഉണ്ട്. അപ്പോൾ ജനങ്ങൾക്ക് സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്ന, അതായത് ജനങ്ങളുടെ ആവശ്യങ്ങളെ പ്രത്യക്ഷമായോ പരോക്ഷമായോ തൃപ്തിപ്പെടുത്തുന്ന സാധനങ്ങളും സേവനങ്ങളും ലഭ്യമാക്കുന്ന ആ ഹോൾ സിസ്റ്റത്തെ വിളിക്കുന്ന പേര് എക്കോണമി. ഇനി എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറഞ്ഞാലോ, ആൻ ആക്ടിവിറ്റി വിച്ച് ജനറേറ്റ് ഇൻകം, വരുമാനം സൃഷ്ടിക്കുന്ന ഏതൊരു പ്രവർത്തനത്തെയും നമുക്ക് എക്കണോമിക് ആക്ടിവിറ്റി എന്ന് വിളിക്കാം. അപ്പോൾ വരുമാനം സൃഷ്ടിക്കുന്ന കുറേ പ്രവർത്തനങ്ങളുടെ പേര് പ്രൊഡക്ഷൻ, ഉൽപ്പാദനം നടക്കുന്നതിൻ്റെ ഫലമായിട്ട് ജനങ്ങൾക്ക് വരുമാനം ഉണ്ടാകുന്നു. കൺസംഷൻ, ഉപഭോഗം, ജനങ്ങൾക്ക് തൃപ്തി ഉണ്ടാകുന്നു. ഡിസ്ട്രിബ്യൂഷൻ, വിതരണം. എക്സ്ചേഞ്ച്, കൈമാറ്റം. ഇതെല്ലാം എക്കണോമി. ഓൾ ദീസ് ആക്ടിവിറ്റീസ്, ത്രൂ ഓൾ ദീസ് ആക്ടിവിറ്റീസ് വിൽ ജനറേറ്റ് ഇൻകം. ഈ ആക്ടിവിറ്റീസ് എല്ലാം തന്നെ ഇൻകം ജനറേറ്റ് ചെയ്യും. അത് പലപ്പോഴും പരീക്ഷയ്ക്ക് ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് എക്കോണമി ആൻഡ് എക്കണോമിക് ആക്ടിവിറ്റി, അതിൻ്റെ എക്സാമ്പിളാണ് പ്രധാനമായിട്ടും ചോദിക്കുന്നത്. എക്കണോമിക് ആക്ടിവിറ്റി, ഈ ഇപ്പം പ്രൊഡക്ഷൻ, കൺസംഷൻ, ഡിസ്ട്രിബ്യൂഷൻ, എക്സ്ചേഞ്ച്, ഇതിൽ ഉൾപ്പെടാത്ത വേറെ ഏതെങ്കിലും ഒന്ന് ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഫൈൻഡ് ദി ഓഡ് വൺ ഔട്ട്, ഒറ്റ തിരിഞ്ഞ് നിൽക്കുന്നതിനെ കണ്ടെത്തുക എന്ന് പറയും. അപ്പോൾ ഇത് ഒരുപാട് പ്രാവശ്യം പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ്. എക്കണോമിക് ആക്ടിവിറ്റി, പ്രൊഡക്ഷൻ, കൺസംഷൻ, ഡിസ്ട്രിബ്യൂഷൻ, എക്സ്ചേഞ്ച്, ഇത് ഇത്രയുമാണ് എക്കണോമിക് ആക്ടിവിറ്റി. പിന്നെ നമുക്കത് മറന്നു പോകാതെ ഓർത്തിരിക്കാൻ വേണ്ടി നമ്മളൊരു ആക്ടിവിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ ചിന്തിക്കണം, ഈ പ്രവർത്തനത്തിലൂടെ ഇൻകം ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ടോ? ഇൻകം ജനറേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എക്കണോമിക് ആക്ടിവിറ്റി. ഇൻകം ജനറേറ്റ് ചെയ്യപ്പെടാത്ത പ്രവർത്തനങ്ങളെ എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത് ഇല്ല. ഇതാണ് ഡിഫറൻസ് ബിറ്റ്വീൻ എക്കോണമി ആൻഡ് എക്കണോമിക് ആക്ടിവിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് അവിടുന്ന് പഠിക്കാനുള്ളതാണ് സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസ്. സെൻട്രൽ എക്കണോമിക് പ്രോബ്ലം, അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ. അടിസ്ഥാന സാമ്പത്തിക പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങൾ എന്ന് പറയുന്നത് നമുക്കറിയാം. വാണ്ട്സ് ആർ അൺലിമിറ്റഡ്, മീൻസ് ആർ സ്കേഴ്സ്. സോ we are forced to allocate scarce means to produce various commodities. We are not able to produce all commodities because of the scarcity of resources, but we are compelled to produce certain commodities. This is the problem. But due to the scarcity of resources, വിഭവങ്ങളുടെ പരിമിതി മൂലം നമുക്ക് ആവശ്യമുള്ള എല്ലാ സാധനങ്ങളും നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല. പക്ഷേ കുറേ സാധനങ്ങൾ നമുക്ക് ഉൽപ്പാദിപ്പിച്ചേ പറ്റൂ. അതാണ് സെൻട്രൽ എക്കണോമിക്. അപ്പോൾ എല്ലാം നമുക്ക് ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല, എന്നാൽ ഉൽപ്പാദിപ്പിക്കേണ്ട, പ്രശ്നമില്ല. അല്ലെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതെല്ലാം ഉൽപ്പാദിപ്പിക്കാനുള്ള വിഭവങ്ങൾ ഇവിടെയുണ്ട്, പ്രശ്നമില്ല. പക്ഷേ ഇത് അങ്ങനെയല്ല. നമുക്ക് എല്ലാം ഉൽപ്പാദിപ്പിക്കാൻ പറ്റില്ല, പക്ഷേ കുറച്ച് ഉൽപ്പാദിപ്പിക്കുകയും ഉൽപ്പാദിപ്പിക്കാതിരിക്കാനും പറ്റില്ല. അതാണ് സെൻട്രൽ എക്കണോമിക് പ്രോബ്ലം. അപ്പോൾ വൈൽ അലോക്കേറ്റിംഗ് സ്കേർസ് റിസോഴ്സസ് ആൻ എക്കോണമി ഹാവ് ടു ഫേസ് സർട്ടൻ പ്രോബ്ലംസ്. നമ്മൾ ഒരു രാജ്യത്തിൻ്റെ സ്കേഴ്സ് റിസോഴ്സസിനെ അലോക്കേറ്റ് ചെയ്യുന്നു. ഫോർ വാട്ട് പർപ്പസ്? ടു പ്രൊഡ്യൂസ് വേരിയസ് കമ്മോഡിറ്റീസ്. വിവിധ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്നതിന് വേണ്ടി ഒരു സമൂഹത്തിലെ സ്കേഴ്സ് റിസോഴ്സസിനെ നമ്മൾ അലോക്കേറ്റ് ചെയ്യുമ്പോൾ എവരി എക്കോണമി ഹാസ് ടു ഫേസ് 4 ഇമ്പോർട്ടൻ്റ് പ്രോബ്ലംസ്. ദേ ആർ വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ whom to produce. 3 important problems: what to produce and what quantities, how to produce and for whom to produce. എന്ത് ഉൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടിയിട്ട് ഉൽപ്പാദിപ്പിക്കണം. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യമായിട്ട് വാട്ട് ടു പ്രൊഡ്യൂസ്, എന്ത് ഉൽപ്പാദിപ്പിക്കണം. എന്താണ് എന്ത് ഉൽപ്പാദിപ്പിക്കണം എന്ന പ്രശ്നം ഉണ്ടാകാനുള്ള കാരണം എന്താണ്? നമ്മുടെ ആ ഒരു സെൻസ് വെച്ച് നമുക്ക് ചിന്തിക്കാം. ഇപ്പം നമ്മൾ കടയിലേക്ക് പോകുന്നു സാധനങ്ങൾ വാങ്ങിക്കാൻ, നമുക്ക് എന്ത് വാങ്ങണം എന്ന പ്രശ്നം ഉണ്ടാകാൻ കാരണമില്ല. അവിടെ ചെന്നപ്പോൾ കുറേ സാധനങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചിരിക്കും, ഇതെല്ലാം നമുക്ക് ആവശ്യമാണ്. പക്ഷെ അതിൽ നിന്ന് എന്ത് വാങ്ങണം എന്നൊരു തിരഞ്ഞെടുക്കൽ നടത്തുവാൻ നമ്മൾ നിർബന്ധിതരാകാൻ കാരണം എന്താണ്? നമ്മുടെ കയ്യിൽ നമുക്ക് ആവശ്യമുള്ള എല്ലാം വാങ്ങാനുള്ള പണം തികയത്തില്ല. അതുതന്നെയാണ് വാട്ട് ടു പ്രൊഡ്യൂസ് എന്ന പ്രശ്നം ഉണ്ടായത്. ദി അവൈലബിൾ റിസോഴ്സസ് ഇൻ എ കൺട്രി ഈസ് നോട്ട് സഫീഷ്യൻറ്റ് ടു പ്രൊഡ്യൂസ് almost all goods and services required by the people, and at the same time any items can or any commodity can be produced. ഒരു രാജ്യത്ത് ലഭ്യമായിട്ടുള്ള വിഭവങ്ങൾ ആ രാജ്യത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്ന എല്ലാ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കാൻ തികയില്ല. ഒപ്പം ഏത് വേണമെങ്കിലും ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യാം.
ഇപ്പം എൻ്റെ കയ്യിൽ ഞാൻ നേരത്തെ ഒരു എക്സാമ്പിൾ അത് പറഞ്ഞാണ്. 10 രൂപയുള്ള 10 രൂപ കൊണ്ട് എനിക്ക് കുറേ സാധനങ്ങൾ വാങ്ങി. 10 രൂപ എൻ്റെ കയ്യിലുള്ളപ്പോൾ എനിക്ക് 4 ഐറ്റം സാധനം. 10 രൂപ കൊടുത്താൽ ഏതെങ്കിലും ഒരൈറ്റമേ കിട്ടത്തുള്ളെങ്കിൽ പ്രശ്നമില്ല. പക്ഷെ 10 കൊടുത്തെങ്കിൽ 4 ഏതും കിട്ടും. അവിടെയാണ് പ്രശ്നം. ആ 10 രൂപയുടെ ആ 4 ഐറ്റത്തിന് വേണ്ടി വിനിയോഗിക്കപ്പെടുവാനുള്ള ആ 10 രൂപയുടെ കഴിവിനെ വിളിക്കുന്ന പേരാണ് ആൾട്ടർനേറ്റീവ് യൂസിങ് കപ്പാസിറ്റി. അപ്പോൾ വിഭവങ്ങളുടെ പരിമിതിയും അതിൻ്റെ ആൾട്ടർനേറ്റീവ് യൂസിങ് കപ്പാസിറ്റിയുമാണ് എന്തുൽപ്പാദിപ്പിക്കണം എന്ന പ്രശ്നമുണ്ട്. ദിസ് ഇസ് ദ ഫസ്റ്റ് ബേസിക് എക്കണോമിക് പ്രോബ്ലം. അപ്പോൾ നമുക്കവിടെ നോക്കേണ്ടത് ദി അവൈലബിൾ റിസോഴ്സസ് ഇൻ എ കൺട്രി, ഒരു രാജ്യത്ത് ലഭ്യമായിട്ടുള്ള വിഭവങ്ങൾ ഈസ് നോട്ട് സഫീഷ്യൻറ്റ്, അത് പര്യാപ്തമല്ല. എന്തിന് പര്യാപ്തമല്ല? ടു പ്രൊഡ്യൂസ് ആൾമോസ്റ്റ് ആൾ ഗുഡ്സ് ആൻഡ് സർവീസസ് റിക്വയർഡ് ബൈ ദി പീപ്പിൾ. ആ രാജ്യത്തെ ജനങ്ങൾ ആവശ്യപ്പെടുന്ന എല്ലാ സാധനങ്ങളും സേവനങ്ങളും ഉൽപ്പാദിപ്പിക്കുവാൻ അവിടെ ലഭ്യമായിട്ടുള്ള വിഭവങ്ങൾ തികയില്ല. ആൻഡ് അറ്റ് ദി സെയിം ടൈം, അതേസമയം എനി ഐറ്റം ക്യാൻ ബി പ്രൊഡ്യൂസ്ഡ്, ഏത് ഐറ്റവും ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യാം. Then there arises the first basic economic problem: what to produce and in what quantities. എന്തുൽപ്പാദിപ്പിക്കണം, ഏതേത് അളവിൽ ഉൽപ്പാദിപ്പിക്കണം, കൂടുതൽ ഏതാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, കുറച്ച് ഏതാണ് ഉൽപ്പാദിപ്പിക്കേണ്ടത്, ആ പ്രശ്നം. അപ്പോൾ ഒരു രാജ്യം ആ രാജ്യത്ത് ലഭ്യമായിട്ടുള്ള പരിമിതമായ വിഭവങ്ങളെ അലോക്കേറ്റ് ചെയ്യുമ്പോൾ അഭിമുഖീകരിക്കുന്ന ഒന്നാമത്തെ പ്രശ്നമാണ് എന്തുൽപ്പാദിപ്പിക്കണം. അങ്ങനെ എന്തുൽപ്പാദിപ്പിക്കണം എന്ന പ്രശ്നം വരാൻ കാരണം എന്താ? എന്ത് വേണമെങ്കിലും ഉൽപ്പാദിപ്പിക്കാം, പക്ഷേ എല്ലാം ഉൽപ്പാദിപ്പിക്കാൻ പറ്റും. നമുക്ക് ഒരുപാട് ആവശ്യങ്ങളുണ്ട്. എല്ലാ ആവശ്യങ്ങളെയും തൃപ്തിപ്പെടുത്താൻ ആവശ്യമായ എല്ലാ സാധനങ്ങളും ഉൽപ്പാദിപ്പിക്കണമെന്ന് നമുക്കുണ്ട്. പക്ഷേ അതിന് മാത്രം വിഭവങ്ങൾ തികയില്ല. ഒപ്പം ആവശ്യങ്ങളിൽ ഏത് വേണമെങ്കിലും ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും. അപ്പോഴാണ് ഒന്നാമത്തെ പ്രശ്നം ഉണ്ടാകുന്നത്, വാട്ട് ടു പ്രൊഡ്യൂസ്, എന്ത് ഉൽപ്പാദിപ്പിക്കണം. ഇനി പരിമിതമായ വിഭവങ്ങളെ നമ്മൾ അലോക്കേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അഭിമുഖീകരിക്കുന്ന മറ്റൊരു പ്രശ്നമാണ് ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ഏത് രീതിയിൽ ഉൽപ്പാദിപ്പിക്കണം. ഏത് രീതിയിൽ ഉൽപ്പാദിപ്പിക്കണം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇറ്റ് ഈസ് പ്രോബ്ലം റിലേറ്റഡ് ടു ദി ടെക്നോളജി ടു ബി അഡോപ്റ്റഡ് ടു പ്രൊഡ്യൂസ് വേരിയസ് കമ്മോഡിറ്റീസ്. വിവിധ സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടി നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന ടെക്നോളജിയുമായി ബന്ധപ്പെട്ട് there are 2 technologies available in this world. They are labor intensive technology and capital intensive techniques of production. ഈ ലോകത്ത് സാധനങ്ങൾ ഉൽപ്പാദിപ്പിക്കാൻ 2 സാങ്കേതിക വിദ്യകൾ നിലവിലുണ്ട്. ഒന്ന് ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ, മറ്റൊന്ന് ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ. 2 ടെക്നിക്കുകൾ ഈ ലോകത്ത്. അതുകൊണ്ടാണ് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്ന പ്രശ്നം. അതോടെ നമുക്ക് നോക്കാം എന്താണ് ഈ ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്സ് ഓഫ് ടെക്നോളജി. യൂസിങ് ഏതാണോ ഇൻറ്റൻസീവ് എന്ന് പറഞ്ഞാൽ അത് കൂടുതൽ, യൂസിങ് മോർ ആൻഡ് മോർ ലേബർ ആൻഡ് ലെസ് ക്യാപിറ്റൽ, ഇറ്റ് ഈസ് ലേബർ ഇൻറ്റൻസീവ്. അത് അങ്ങനെയാണെങ്കിൽ ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഒന്നും യൂസിങ് മോർ ആൻഡ് മോർ ക്യാപിറ്റൽ ആൻഡ് ലെസ് ലേബർ. അപ്പോൾ കൂടുതൽ തൊഴിലാളിയും കുറച്ച് മൂലധനവും ഉപയോഗിച്ചുള്ള ഒരു സാങ്കേതിക വിദ്യ, കൂടുതൽ മൂലധനവും കുറച്ച് തൊഴിലാളിയെ ഉപയോഗിച്ചുള്ള മറ്റൊരു സാങ്കേതിക വിദ്യ. ലോകത്ത് ഈ 2 സാങ്കേതിക വിദ്യകൾ നിലനിൽക്കുന്നു. ഈ 2 സാങ്കേതിക വിദ്യകൾ നിലനിൽക്കുന്നത് കൊണ്ടാണ് എങ്ങനെ ഉൽപ്പാദിപ്പിക്കണമെന്ന പ്രശ്നം ഉണ്ടായത്. എങ്ങനെയായാലും ലേബർ ഇൻറ്റൻസീവ് ഉപയോഗിച്ചാലും ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ഉപയോഗിച്ചാലും നമുക്ക് പ്രൊഡക്ഷൻ നടക്കാം. പക്ഷേ അപ്പോൾ ഇതിലേതില്ല. ഇപ്പം ഞാൻ ഒരു എക്സാമ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു വഴി നമുക്കൊരു സ്ഥലത്ത് ചെന്നു, ആ സ്ഥലത്തേക്ക് എല്ലാം 2 വഴിയുണ്ട്. ഏത് വഴിയെ ചെന്നാലും അവിടെ എത്തും. അപ്പോൾ നമ്മുടെ മുന്നിലൊരു പ്രശ്നം ഉണ്ടാവും, ഏത് വഴിയാണ് പോകണം. അപ്പോൾ ദി എക്സിസ്റ്റൻസ് ഓഫ് ദീസ് 2 ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ ലീഡ്സ് ടു ദി സെക്കൻഡ് ബേസിക് എക്കണോമിക് പ്രോബ്ലം. അപ്പോൾ ഫസ്റ്റ് ബേസിക് എക്കണോമിക് പ്രോബ്ലം ഉണ്ടാകാൻ കാരണം എന്തായിരുന്നു? ലഭ്യമായ വിഭവങ്ങൾ നമ്മുടെ എല്ലാ ആവശ്യങ്ങളെയും തൃപ്തിപ്പെടുത്താൻ വേണ്ടി തികയില്ല. എന്നുവെച്ചാൽ ജനങ്ങൾ ആവശ്യപ്പെടുന്ന എല്ലാ സാധനങ്ങളും ഉൽപ്പാദിപ്പിക്കാൻ ലഭ്യമായ വിഭവങ്ങൾ തികയില്ല. ഒപ്പം ഏത് വേണമെങ്കിലും ഉൽപ്പാദിപ്പിക്കാം. അപ്പോൾ പ്രശ്നം ഉണ്ടായി, എന്ത് ഉൽപ്പാദിപ്പിക്കണം, ഏതളവിൽ ഉൽപ്പാദിപ്പിക്കണം. 2 നമ്മൾ തീരുമാനിച്ചു, ഏതളവിൽ ഉൽപ്പാദിപ്പിക്കണമെന്നൊക്കെ തീരുമാനിച്ചു കഴിഞ്ഞപ്പോഴാണ് അറിയുന്നത് ആ സാധനം ഉൽപ്പാദിപ്പിക്കാൻ 2 ടെക്നോളജി ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് കൂടുതൽ തൊഴിലാളിയും കുറച്ച് മൂലധനത്തെ ഉപയോഗിക്കാം, വേണമെങ്കിൽ നമുക്ക് കൂടുതൽ മൂലധനവും കുറച്ച് തൊഴിലാളിയും ഉപയോഗിക്കാം. ഈ 2 ടെക്നിക്സ് ഓഫ് പ്രൊഡക്ഷൻ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഹൗ ടു പ്രൊഡ്യൂസ്, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം എന്ന പ്രശ്നമുണ്ടായി. ഇനി മൂന്നാമത്തെ പ്രശ്നമാണ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ആർക്ക് വേണ്ടിയിട്ട് ഉൽപ്പാദിപ്പിക്കണം. അപ്പോൾ പ്രൊഡക്ഷൻ നടന്നാൽ അത് നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യിപ്പിക്കാം. ഇത് ആർക്ക് വേണ്ടിയിട്ടാണ്. സോ ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, ദിസ് പ്രോബ്ലം ഈസ് റിലേറ്റഡ് ടു ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം എമംഗ് വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. ഇപ്പോൾ പ്രൊഡക്ഷൻ നടക്കണമെങ്കിൽ വിവിധ ഉൽപ്പാദന ഘടകങ്ങൾ പ്രൊഡക്ഷൻ പ്രോസസ്സിൽ പങ്കെടുക്കണം.
അങ്ങനെ പ്രൊഡക്ഷൻ നടക്കുന്നതിൻ്റെ ഫലമായിട്ടാണ് നാഷണൽ ഇൻകം. അതിൻ്റെ ആകെ തുക വിളിക്കുന്നവരാണ് നാഷണൽ ഇൻകം. അപ്പോൾ ആ പ്രൊഡക്ഷൻ്റെ ഫലമായിട്ടുണ്ടായ ഇൻകം, നാഷണൽ ഇൻകം, ആ ഉൽപ്പാദന ഘടകങ്ങൾക്കിടയിൽ വിതരണം ചെയ്യപ്പെടണം. അവർക്ക് അതിൻ്റെ പ്രതിഫലം കിട്ടണം. അപ്പോൾ ഫോർ ഹൂം ടു പ്രൊഡ്യൂസ് ഈസ് ദി പ്രോബ്ലം വിച്ച് ഈസ് റിലേറ്റഡ് ടു ദി ഡിസ്ട്രിബ്യൂഷൻ ഓഫ് നാഷണൽ ഇൻകം എമംഗ് വേരിയസ് ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ. നമുക്കൊരു കാര്യം എങ്ങനെ വിതരണം ചെയ്യാം? രണ്ട് ഓപ്ഷനിൽ വിതരണം ചെയ്യാമല്ലോ. തുല്യമായും വിതരണം ചെയ്യാം, തുല്യമല്ലാതെയും, സന്തുലിതമായും അസന്തുലിതമായും വിതരണം ചെയ്യാം. ദിസ് പ്രോബ്ലം among the various, that means if it is distributed equally among the people or not. നാഷണൽ ഒരു രാജ്യത്തുണ്ടായ ദേശീയ പ്രൊഡക്ഷൻ്റെ ഫലമായിട്ട് ഒരു രാജ്യത്തുണ്ടാകുന്ന ഇൻകമാണ് നാഷണൽ ഇൻകം. ഈ നാഷണൽ ഇൻകം ആ രാജ്യത്തെ ജനങ്ങൾക്ക് തുല്യമായി വിതരണം ചെയ്യപ്പെടണോ വേണ്ടേ? These problems are solved in according to the economic system prevailing in each country. ഈ സിസ്റ്റം ഈ പ്രോബ്ലത്തെ നമുക്ക് എങ്ങനെ പരിഹരിക്കാൻ പറ്റും? അതാത് രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന എക്കണോമിക് സിസ്റ്റത്തിനനുസരിച്ച്. അപ്പോൾ എന്തുൽപാദിപ്പിക്കണം? വാട്ട് ടു പ്രൊഡ്യൂസ്. അതിനെ ഒന്നുകൂടെ നമുക്ക് സിമ്പിളായിട്ട് പറഞ്ഞാൽ, ഇഫ് ദി സ്കേഴ്സ് റിസോഴ്സസ് ഈസ് അലോക്കേറ്റഡ് ഫോർ ദി പ്രൊഡക്ഷൻ ഓഫ് നെസസറീസ് ഓർ ലക്ഷറിയസ് ഐറ്റംസ്. അത്യാവശ്യ വസ്തുക്കളുടെ ഉൽപ്പാദനത്തിന് വേണ്ടി വിനിയോഗിക്കണോ, ആഡംബര വസ്തുക്കളുടെ ഉൽപ്പാദനത്തിന് വേണ്ടി വിനിയോഗിക്കണോ? അല്ലെങ്കിൽ അത്യാവശ്യ വസ്തുക്കളാണോ കൂടുതൽ ഉൽപ്പാദിപ്പിക്കേണ്ടത്, ആഡംബര വസ്തുക്കളാണോ കൂടുതൽ ഉൽപ്പാദിപ്പിക്കേണ്ടത്? വാട്ട് ടു പ്രൊഡ്യൂസ്. രണ്ടാമത്തെ പ്രോബ്ലമാണ് ഹൗ ടു പ്രൊഡ്യൂസ്. ലേബർ ഇൻറ്റൻസീവ് ടെക്നിക്സ് ഉപയോഗിക്കണോ, ക്യാപിറ്റൽ ഇൻറ്റൻസീവ് ടെക്നിക്സ് ഉപയോഗിക്കണം? അതും തീരുമാനിച്ചു. അപ്പോൾ പ്രൊഡക്ഷൻ കഴിഞ്ഞതിൻ്റെ ഫലമായിട്ട് ഇൻകം ഉണ്ട്. ആ ഇൻകം എങ്ങനെ വിതരണം ചെയ്യപ്പെടണം? അത് തുല്യമായിട്ട് വിതരണം ചെയ്യപ്പെടണോ, അതോ സന്തുലിതമായി വിതരണം ചെയ്യപ്പെടണോ, അതോ അസന്തുലിതമായി വിതരണം ചെയ്യണം? അപ്പോൾ ഈ മൂന്ന് പ്രശ്നം, എന്തുൽപ്പാദിപ്പിക്കണം, എങ്ങനെ ഉൽപ്പാദിപ്പിക്കണം, ആർക്ക് വേണ്ടിയിട്ട് ഉൽപ്പാദിപ്പിക്കണം, ഈ പ്രശ്നങ്ങളെ അതാത് രാജ്യത്ത് നിലനിൽക്കുന്ന എക്കണോമിക് സിസ്റ്റത്തിനനുസരിച്ച് പരിഹരിക്കും. ലോകത്ത് പ്രധാനമായും 3 തരത്തിലുള്ള എക്കണോമിക് സിസ്റ്റമാണുള്ളത്. നമ്മൾ തൊട്ട് താഴേക്ക് പറയാൻ പോവാണ്. ക്യാപിറ്റലിസം ഉണ്ട്, സോഷ്യലിസം ഉണ്ട്, മിക്സഡ് എക്കോണമി. ഓരോ സിസ്റ്റത്തിലും ഈ പ്രോബ്ലത്തെ ഓരോ രീതിയിലാണ് പരിഹരിക്കുന്നത്. ക്യാപിറ്റലിസത്തിൽ ഈ പ്രശ്നത്തെ പരിഹരിക്കുന്ന രീതിയല്ല സോഷ്യലിസത്തിൽ, അതല്ല മിക്സഡ് എക്കോണമി. ഇനി സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസ് പറയുമ്പോൾ 3 എണ്ണമാണ് നമ്മൾ പറയുന്നത്. വാട്ട് ടു പ്രൊഡ്യൂസ്, ഹൗ ടു പ്രൊഡ്യൂസ് ആൻഡ് ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്. ഇൻ അഡീഷൻ ടു ദിസ് പ്രോബ്ലം, ഈ 3 പ്രശ്നത്തിന് ഉപരിയായിട്ട് മറ്റു ചില പ്രശ്നങ്ങളുണ്ട്. അത് അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ഫസ്റ്റ് വൺ ഈസ് പ്രോബ്ലം എഫിഷ്യൻസി, കാര്യക്ഷമത, ഫുൾ എംപ്ലോയ്മെൻറ്റ് ഓഫ് റിസോഴ്സസ് ആൻഡ് ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്. അപ്പോൾ എഫിഷ്യൻസി കൊണ്ട് ഉൽപ്പാദന ഘടകങ്ങളുടെ കാര്യക്ഷമത. ചില ഉൽപ്പാദന ഘടകങ്ങൾ ഹൈലി എഫിഷ്യൻ്റ് ആയിരിക്കും, മറ്റുള്ളത് ലെസ് എഫിഷ്യൻ്റ് ആയിരിക്കും. ചില ഉൽപ്പാദന ഘടകങ്ങൾ ഫുൾ എംപ്ലോയ്മെൻറ്റ് ലെവലിലായിരിക്കും, മറ്റു ചിലയിടത്ത് ഫുൾ എംപ്ലോയ്മെൻറ്റ് ലെവലിൽ ആയിരിക്കത്തില്ല. ചിലയിടത്ത് റിസോഴ്സസ് വളർന്നുകൊണ്ടിരിക്കും, മറ്റു ചിലയിടത്ത് റിസോഴ്സസ് വളരാതിരിക്കും. അപ്പോൾ എഫിഷ്യൻസി, ഫുൾ എംപ്ലോയ്മെൻറ്റ് ഓഫ് റിസോഴ്സസ്, ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്, ഇതിനെയും നമുക്ക് ബേസിക് എക്കണോമിക് പ്രോബ്ലത്തിൽ ഉൾപ്പെടുത്തും. നമ്മൾ ബേസിക് എക്കണോമിക് പ്രോബ്ലംസ് അല്ല സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസ് എന്ന് പറഞ്ഞപ്പോൾ അതിന് ഇൻട്രൊഡക്ഷൻ തന്നെ പറഞ്ഞു. ഒരു രാജ്യം സ്കേഴ്സ് റിസോഴ്സസിനെ അലോക്കേറ്റ് ചെയ്യുമ്പോൾ അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളാണ് ബേസിക് എക്കണോമിക് പ്രോബ്ലം അല്ലെങ്കിൽ സെൻട്രൽ എക്കണോമിക് പ്രോബ്ലം. ആദ്യമായിട്ട് പറഞ്ഞു ആ സെൻട്രൽ എക്കണോമിക് പ്രോബ്ലം 3 എണ്ണമാണെന്ന് പറഞ്ഞു. വാട്ട് ടു പ്രൊഡ്യൂസ്, ആ പ്രശ്നം എങ്ങനെയാണ് ഉണ്ടാകുന്നതെന്ന് പറഞ്ഞു. ഹൗ ടു പ്രൊഡ്യൂസ്, അതിൻ്റെ കാരണങ്ങൾ നമ്മൾ പറഞ്ഞു. ഫോർ ഹൂം ടു പ്രൊഡ്യൂസ്, അതെങ്ങനെയൊക്കെ ആയിരിക്കാം എന്ന് നമ്മൾ പറഞ്ഞു. വീണ്ടും നമ്മൾ പറഞ്ഞു ഈ പ്രശ്നം നമുക്ക് എങ്ങനെ പരിഹരിക്കപ്പെടാം. അതായത് അതാത് രാജ്യത്ത് നിലനിൽക്കുന്ന എക്കണോമിക് സിസ്റ്റത്തിനനുസരിച്ച് ഈ പ്രശ്നങ്ങൾ പരിഹരിക്കും. അത് സിസ്റ്റവുമായി ബന്ധപ്പെടണം. ഇനി ഈ സിസ്റ്റവുമായി ബന്ധപ്പെടാത്ത ഘടകമാണ് സെൻട്രൽ എക്കണോമിക് പ്രോബ്ലത്തിൽ അഡീഷണൽ ആയിട്ട് വരുന്നത് ഉൽപാദന ഘടകങ്ങളുടെ കാര്യക്ഷമത, എഫിഷ്യൻസി ഓഫ് റിസോഴ്സസ്. ഉൽപാദന ഘടകങ്ങളുടെ എംപ്ലോയ്മെൻറ്റ് ലെവൽ, ഫുൾ എംപ്ലോയ്മെൻറ്റ് ഓഫ് റിസോഴ്സസ്. ഉൽപാദന ഘടകങ്ങളുടെ വളർച്ചാ നിരക്ക്, ഗ്രോത്ത് ഓഫ് റിസോഴ്സസ്. ഇതിനെയും നമുക്ക് സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസ് ആയിട്ട് നമുക്ക് പരിഗണിക്കാം. ഇത്രയുമാണ് നമ്മൾ സെൻട്രൽ എക്കണോമിക് പ്രോബ്ലംസ് എന്ന്